ശ്രീകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, സ്ത്രീകൾ, ചൂത്, നായാട്ട്, മദ്യപാനം, ഈ 4 എണ്ണമാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന 4 ദോഷങ്ങൾ. അതുകൊണ്ട് ചൂതുകളി തന്നെ ഉപേക്ഷിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ദ്വാരകയിൽ ഇല്ല. അല്ലെങ്കിൽ ആ സംഭവമൊക്കെ ഞാൻ അറിയുമായിരുന്നു. ഞാൻ ദ്വാരകയിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് എല്ലാം അറിയുന്നത്. ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, അക്കാലത്ത് അങ്ങ് എവിടെയായിരുന്നു? അങ്ങില്ലാത്തപ്പോൾ രാജ്യത്ത് എന്തെല്ലാം സംഭവിച്ചു? കൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞു, അങ്ങയുടെ രാജസൂയ യാഗത്തിൽ വെച്ച് ശിശുപാലനെ ഞാൻ വധിച്ചുവല്ലോ. ആ വിവരമറിഞ്ഞ് സ്വാലൻ ദ്വാരകയെ ആക്രമിച്ചു. ശിവനെ തപസ് ചെയ്ത് അവൻ സൗഭമെന്ന ഒരു തേര് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടും പോകാൻ കഴിയുന്ന ആ തേരിൽ അവൻ വന്ന് ആകാശത്തിൽ നിലയുറപ്പിച്ച് എന്നെപ്പറ്റി വളരെ നിന്ദിച്ചു പറഞ്ഞു. മാത്രമല്ല, ദ്വാരകയിലെ ഉദ്യാനങ്ങളൊക്കെ അവൻ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ അഹങ്കാരം നശിപ്പിക്കുവാൻ വേണ്ടി ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണുണ്ടായത്. കടലിന്റെ നടുവിലുള്ള ഒരു ദ്വീപിൽ നിന്നുകൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്തത്. അതുകൊണ്ടാണ് ചൂതുകളി നടന്ന ആ സമയത്തൊന്നും ഞാനിവിടെ ഇല്ലാതിരുന്നത്. ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കള്ളച്ചൂത് ഒരിക്കലും നടക്കില്ലായിരുന്നു. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താണ് കാര്യം? എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്റെ സഹായം എപ്പോൾ വേണമെന്ന് വിചാരിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാകും. അതുമാത്രമേ എനിക്കിനി പറയുവാനുള്ളൂ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് യുധിഷ്ഠിരൻ സഹോദരങ്ങളോടും ദ്രൗപദിയോടുമൊപ്പം 12 വർഷം തങ്ങൾക്ക് സുഖമായി താമസിക്കുവാൻ ഒരിടം കണ്ടുപിടിക്കണമെന്ന് അനുജന്മാരോട് പറയുന്നു. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ മറുപടി പറഞ്ഞു, രാജാവേ, അങ്ങ് തീർച്ചപ്പെടുത്തുന്നിടത്ത് ഞങ്ങൾ താമസിക്കാം. ഇതാ ദ്വൈതവനം കാണുന്നു. അവിടെ ധാരാളം പുഴകളും ഫലമൂലങ്ങളുമുണ്ട്. അവിടെ 12 വർഷം സുഖമായി താമസിക്കാമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങയുടെ ഇഷ്ടം പോലെ എന്തും സ്വീകരിക്കാവുന്നതാണ്. അർജുനന്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരന് ഏറെ സന്തോഷമായി. അപ്പോൾ മഹർഷിമാരും ബ്രാഹ്മണന്മാരുമൊക്കെ അവരുടെ അടുത്തെത്തി. അങ്ങനെ എല്ലാവരും കൂടി ദ്വൈതവനത്തിൽ പ്രവേശിച്ചു. പക്ഷികൾ അവരുടെ ശബ്ദങ്ങൾ കൊണ്ട് അവരെ സ്വീകരിച്ചു. അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ അവരെല്ലാം ഇരുന്നു വിശ്രമിച്ചു. ആ സങ്കേതം അവർക്കെല്ലാം ഏറെ ഇഷ്ടമായി. പാണ്ഡവർ ദ്വൈതവനത്തിൽ താമസിക്കുന്നു എന്നറിഞ്ഞ് പല ദിക്കുകളിൽ നിന്നും ബ്രാഹ്മണരും മഹർഷിമാരും അവിടെ എത്തിച്ചേർന്നു. പലരും യുധിഷ്ഠിരന് പല ഉപദേശങ്ങളും നൽകുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ദ്രൗപദി യുധിഷ്ഠിരനോട് ചോദിച്ചു, മഹാരാജാവേ, അങ്ങയുടെ മനസ്സിൽ ദുര്യോധനനോട് കോപം തോന്നാത്തത് എന്തുകൊണ്ടാണ്? അങ്ങും സഹോദരങ്ങളും കൊട്ടാരത്തിൽ എങ്ങനെ വാഴേണ്ടവരാണ്? ഇന്ന് കാട്ടിൽ കായ്കനികൾ ഭക്ഷിച്ച് ജീവിക്കുവാനുള്ള അവസ്ഥ വരുവാൻ എന്താണ് കാരണം? ഭീമനും അർജുനനുമൊക്കെ അങ്ങയുടെ ആജ്ഞ കിട്ടേണ്ട താമസം കൗരവ വംശം മുഴുവൻ അവർ നശിപ്പിക്കും. അങ്ങ് ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങയുടെ പട്ടമഹിഷിയായ എന്റെ നില ഇന്ന് എന്താണ്? നമ്മുടെ ഈ ദുരിതങ്ങൾ കണ്ട് ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ ഇവരൊഴികെ ബാക്കി എല്ലാവരും സങ്കടപ്പെടുകയാണ്. എന്നിട്ടും അങ്ങയുടെ മനസ്സിൽ ഒരു പ്രതികാരവും മുളയ്ക്കുന്നില്ലല്ലോ. വേണ്ട സമയത്ത് കോപം പ്രകടിപ്പിക്കാത്ത ക്ഷത്രിയനെ ജനങ്ങൾ നിന്ദിക്കില്ലേ? അതുകൊണ്ട് അങ്ങ് ശത്രുക്കളിൽ ക്ഷമ കാണിക്കരുത് എന്നാണ് എനിക്ക് അങ്ങയോട് പറയുവാനുള്ളത്. അങ്ങേക്കിപ്പോൾ പ്രതികാരം തോന്നേണ്ട അവസരമാണുള്ളത്. എപ്പോഴും ദ്രോഹം ചെയ്യുന്ന ദുഷ്ടന്മാരായ കൗരവന്മാരോട് അങ്ങ് വേണ്ടത്ര ക്ഷമിച്ചു. ഇനിയും ക്ഷമ കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ബലപ്രയോഗം കൊണ്ട് രാജ്യം വീണ്ടെടുക്കുവാൻ അങ്ങ് അനുജന്മാർക്ക് ആജ്ഞ കൊടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സദസ്സിൽ വെച്ച് സ്വന്തം പത്നിയെ വസ്ത്രാക്ഷേപം ചെയ്ത കൗരവരോട് ഇനിയും ക്ഷമ എന്തിനാണ്? ദ്രൗപദി നെഞ്ചു പൊട്ടുന്ന വേദനയോടെ യുധിഷ്ഠിരനോട് ചോദിക്കുന്നു. ഇപ്രകാരം ദ്രൗപദി യുധിഷ്ഠിരന്റെ മനസ്സിൽ കോപവും പ്രതികാരാഗ്നിയും ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ എല്ലാം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരൻ ഒടുവിൽ ദ്രൗപദിയെ സമാധാനിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. ദ്രൗപദിയുടെ വാക്കുകൾ കേട്ട് യാതൊരു ഭാവഭേദവും കൂടാതെ യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ദ്രൗപദി, നിന്റെ മനസ്സിലുള്ള വികാരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ക്രോധവും പ്രതികാരവുമെല്ലാം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. എല്ലാ ദുരിതങ്ങളും നാശങ്ങളും കോപത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ക്രോധത്തെ അടക്കുന്നവനാണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. കോപിഷ്ഠന് വിവേകം ഉണ്ടാകുമോ? ആചാര്യന്മാരെല്ലാം ക്ഷമയുടെ ഗുണങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദ്രൗപദി, ഏതാപത്തിലും ക്ഷമിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അവന് മാത്രമേ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. ക്ഷമിക്കുവാൻ കഴിയുന്നവന് മാത്രമേ ഇഹത്തിലും പരത്തിലും ഗതിയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദ്രൗപദി, നീ ക്രോധത്തെ ഉപേക്ഷിച്ച് എല്ലാം ക്ഷമിക്കുവാൻ പഠിക്കുക. സമയം വരുമ്പോൾ ധർമ്മം ജയിക്കുക തന്നെ ചെയ്യും. യുധിഷ്ഠിരൻ ദ്രൗപദിയോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി.